ഹായ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഈ വർഷത്തെ JEE എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. അതോടൊപ്പം തന്നെ കീം എക്സാമിനേഷനും കഴിഞ്ഞു. ഇതാ റിസൾട്ട് അവൈറ്റിംഗ് ആണ് ഇപ്പോൾ മക്കൾ. രണ്ടും CBT എക്സാമാണ്. പക്ഷേ ചിലരെങ്കിലും ഉണ്ടാവും സാറേ, ഈ വർഷത്തെ എക്സാം വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ഒരു നല്ല എൻജിനീയറിംഗ് കോളേജിൽ NITകളിലോ IITകളിലോ എത്തിപ്പെടാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉള്ള പലരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റിപ്പീറ്റേഴ്സ് കോഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ വർഷത്തെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം ആരംഭിക്കുന്ന ആദ്യ ബാച്ചിലേക്ക് JEEയുടെ ആദ്യ ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ JEE ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ബാച്ചിലേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അക്കാഡമിക്സ് എങ്ങനെയാണ്, എക്സാംസ് എങ്ങനെയാണ്, ഏത് മോഡ് ഓഫ് രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് എന്ന് തുടങ്ങി ആ ബാച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ആ ബാച്ചിന്റെ ഫീസ് എത്രയാണ്, എല്ലാം പാരന്റ്സിന് അറിയേണ്ടതുണ്ട്. അതിന്റെ ഹോസ്റ്റൽ സംവിധാനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ആദ്യം നമുക്ക് അതിന്റെ അക്കാഡമിക്സിലേക്ക് തന്നെ പോകാം. സാറേ, എങ്ങനെയാണ് നമ്മൾ അതിന്റെ അക്കാഡമിക്സിനെ കൊണ്ടുപോകുന്നത് എന്നാണ് പറയാം. സാറേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, JEE ഒരു വർഷം 2 തവണ എക്സാമിനേഷൻ ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ എക്സാം ഉണ്ടാവല് ജാനുവരിയിലാണ്. അതുപോലെ phase 2 എക്സാമിനേഷൻ നടക്കാറുള്ളത് ഏപ്രിൽ മന്തിലാണ്. ഏപ്രിൽ മന്തിൽ എക്സാം കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴും എയിം ചെയ്യുന്നത് ഫസ്റ്റ് ഫേസിൽ, JEEൻ്റെ ഒരു പ്രത്യേകത സാറേ, ഫസ്റ്റ് ഫേസിലാണ് ഏറ്റവും നല്ല സ്കോർ കിട്ടാനുള്ള ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ്. അതെ. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ കുട്ടികളെ ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് എക്സാമിന് വിടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ അത് വിടണമെങ്കിൽ നമുക്ക് നോക്കൂ, ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. ഈ ടൈമിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ മോക്ക് എക്സാം സീരീസ് നടന്ന് റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവരെ phase 1ലേക്ക് തന്നെ നമുക്ക് പറഞ്ഞു വിടാൻ. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് JEE ബാച്ചുകളെ നമ്മൾ കൊണ്ടുപോകുന്നത് റെഗുലർ ക്ലാസ്സുകളായിട്ടാണ്. ഒരിക്കലും ഒരു ഹൈബ്രിഡ് സിസ്റ്റം JEE ബാച്ചുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതെന്താ പറയുക സാറേ, അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, JEEനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേണ്ടത് പ്രോബ്ലം സോൾവ്. അതെ, അത് ഇനി ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും മാത്തമാറ്റിക്സിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്ത് കുട്ടിക്ക് നല്ല പ്രാക്ടീസ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടക്കുകയും റെഗുലറായിട്ട് എക്സാമുകൾ നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ഈ കോഴ്സ് ഇഫക്റ്റീവ്ലി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികളെ എക്സാമിലേക്ക് നമുക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുമ്പോഴും അതൊരു ഹൈബ്രിഡ് മോഡൽ അത് അവിടെ വർക്ക് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് തന്നെ നമ്മുടെ JEEനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബാച്ച് റെഗുലറായിട്ട് മൺഡേ ടു സാറ്റർഡേ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുകയും അത് 6 ഹവേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. അതിൽ 2 ഹവേഴ്സ് ഫിസിക്സ്, 2 ഹവേഴ്സ് കെമിസ്ട്രി, 2 ഹവേഴ്സ് മാത്സ് പോവും. ഇനി അതേപോലെ തന്നെ ഒരു ഡേ പഠിപ്പിച്ച ടോപ്പിക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ നിന്നും വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഡേയിൽ തന്നെ അവർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിന്റെ സപ്പോർട്ടോട് കൂടി അന്ന് രാത്രി വർക്കൗട്ട് ചെയ്യുന്ന രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ഓഫ്ലൈനിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ അന്നത്തെ രാത്രിയിൽ കുട്ടികൾ വീട്ടിലോ ഹോസ്റ്റലിലോ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. അതായത് ഓൺലൈൻ സപ്പോർട്ട് നമ്മുടെ കോഴ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് 2 രൂപത്തിലാണുള്ളത്. ഒന്ന്, നമ്മുടെ ക്ലാസ്സുകൾ അവർക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദിവസത്തെ ക്ലാസ്സിന് ശേഷം സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അവർക്കുള്ള അസൈൻമെന്റ്സ് ആണ് അവർക്ക് ആപ്പിലുണ്ടാവും. അതായത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ വർക്ക്, അതായത് ഒരു കുട്ടി സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ തന്നെ സ്ട്രക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവർ വർക്ക് ചെയ്ത് സെറ്റായി വന്നതിന് ശേഷം തൊട്ടടുത്ത ഡേയിൽ അവർ ചെയ്ത വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തും. ആ അസസ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പുതിയ ഏതോ ക്വസ്റ്റ്യൻസ് അല്ല, കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവര് ഹോം അസൈൻമെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും വെരി സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതെ, വെരി സിമിലർ എന്ന് വെച്ചാൽ അവർക്ക് രണ്ടിനെയും സിങ്ക് ചെയ്തുകൊണ്ട് അവരുടെ വർക്ക് എത്രത്തോളം ആയി എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാനും എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നും. കാരണം നമുക്കറിയാം JEE സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ phase 1ലേക്ക് പോകുമ്പോൾ. അതിന്റെ ഉള്ളിൽ
ഏറ്റവും എഫക്റ്റീവായിട്ട് ഓരോ ഡേ ബൈ ഡേ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തത്. അതെ, ജെയിനെ സംബന്ധിച്ചിടത്തോളം സാറേ നമുക്ക് കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് PYQസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ജെഇ എക്സാംസ്. PYQസിന് മാത്രമല്ല യഥേഷ്ടം PYQs ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താ പറയുക, ഈ PYQs നോക്കിക്കഴിഞ്ഞാൽ അതിലല്ലാത്ത പുതിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. പലപ്പോഴും നമ്മൾ പറയും ജെയിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ജെയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാം. കാരണം എന്താ, മൾട്ടിപ്പിൾ ഷിഫ്റ്റിലാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ചെറിയ മൈനർ ഡിഫറൻസോട് കൂടി ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ വരും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ഈ PYQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജെയിന്റെ നമ്മുടെ മെറ്റീരിയൽസിലും പ്രാക്ടീസ് ചെയ്യുന്നതിലും PYQ മാത്രമല്ല, പക്ഷെ PYQ ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ. ഇനി അതിനുശേഷം നമ്മൾ ആ അസസ്മെന്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എവറി സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ PYQ സെഷന് വേണ്ടി നമ്മൾ ഒരു ഈവനിങ്ങിൽ ഒരു വലിയൊരു സ്ലോട്ട് കൊടുക്കുകയാണ്. അതായത് ആ വീക്കിൽ എടുത്ത മുഴുവൻ ടോപ്പിക്കുകളുടെയും PYQs നമ്മൾ എന്ത് ചെയ്യും, എവറി വീക്കിൽ നമ്മൾ റിവൈസ് ചെയ്യും ആ PYQ വെച്ചുകൊണ്ട്. അതിനുശേഷം അവർ സൺഡേസ് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ എൻഡോടുകൂടി phase 1 വേണ്ടുന്ന മുഴുവൻ ടോപ്പിക്കുകളും തീർത്തുകൊണ്ട് ഡിസംബർ ഓൺവേർഡ്സ് അവരുടെ റിവിഷൻ ആണ്, കംപ്ലീറ്റ് റിവിഷൻ. ഈ പറഞ്ഞ PYQസിന്റെ ഒരു വലിയ along with mock exams, അതും CBT ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജെഇ സ്ട്രക്ചറാണ് നമ്മൾ അക്കാഡമിക്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു എക്സ്ക്ലൂസീവ് സ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യേണ്ട, ഒരിക്കലും നമ്മൾ ഇതിനെ കാണണ്ട. നമ്മളുടെ ടീച്ചേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ IITians നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവരും. അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു മോഡലാണ്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് അവരുടെ സ്കോറിലേക്ക് അവർക്ക് നല്ല രൂപത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ജെയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാക്കാനും കൂടി ഈ മോഡലിനെ കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ, നമ്മൾ ഈ കോഴ്സ് ഈ രൂപത്തിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ എവരിഡേ ക്ലാസ് അല്ലേ, എവരിഡേ ക്ലാസ് വരുന്ന സമയത്തൊക്കെ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എവരിഡേ ക്ലാസ് വരുന്ന സമയത്ത് ഇതിന്റെ ഫീസ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ആ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ഇതിന്റെ ഒരു? നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതുപോലെ സാറേ, ഫമീൽ സാർ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, അതായത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടി ഒരു പണത്തിന്റെ പേരിൽ, അതായത് എനിക്ക് ഈ ഫീസ് അഫോർഡബിൾ അല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാളും പഠിക്കാതെ പോകരുത്, ഒരാളും IITകളിൽ എത്താതായി പോകരുത്, അല്ലെങ്കിൽ ഒരാളും ഡോക്ടർ ആവാതെ പോകരുത്. ഞാനിപ്പോൾ നീറ്റിലേക്ക് വരികയാണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫീസ് എന്ന് പറഞ്ഞാൽ 69,999 രൂപ, നീറ്റിലുള്ള അതേ ഫീസ് തന്നെയാണ് ജെയിൽ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫീസിൽ തന്നെയാണ് ഈ റെഗുലർ ക്ലാസ്സുകളും ആപ്പിന്റെ സപ്പോർട്ടും എല്ലാ CBTയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെറ്റീരിയൽസും ഇൻക്ലൂഡഡ്. ഇനി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ 100% ഫ്യൂച്ചർ ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇതുപോലെ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള, ഇതുപോലെ ഇത്രയും നല്ല തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇനി എവിടുന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല എന്നുള്ള 100% ഗ്യാരണ്ടി നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എക്സാംസ് പാറ്റേൺ അങ്ങനെയാണ്, നമ്മുടെ ക്ലാസ്സുകൾ ആ രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സാറേ, ഞാൻ ഒരു കാര്യം കൂടെ, ഇതിന് എങ്ങനെ ഹോസ്റ്റൽ ഫെസിലിറ്റി അതുപോലെ ഡേ സ്കോളർ ഈ പ്രൊവിഷൻ ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ്, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം ഈ 4 സ്ഥലങ്ങളിലും ഓഫ്ലൈൻ സെന്റേഴ്സിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓൺലൈൻ കോഴ്സുകളും ഉണ്ട്, അതേപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സുകളുണ്ട്. ഓഫ്ലൈൻ കോഴ്സുകൾക്ക് ഡേ സ്കോളർ ആയിട്ട് വരാം, അതേപോലെ തന്നെ ഹോസ്റ്റലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പ് ആയിരിക്കും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ആശങ്കയും ഒരാൾക്കും വേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.